സോ മൈ സ്റ്റോറേജ് ഈസ് ഫുൾ. സോ എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ഈ സ്പേസ് ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ യൂഷ്വലി കുറച്ച് ഫോൾഡേഴ്സ് പോയി നോക്കാറുണ്ട്. അത് ഏതൊക്കെയെന്ന് ഞാൻ എന്ന് പറഞ്ഞുതരാം. സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി ഒരു 9 ഫോൾഡേഴ്സിലാണ് കയറി നോക്കാറ്. യൂഷ്വലി അതിലായിരിക്കും കൂടുതൽ സ്റ്റോറേജ് പോയിട്ടുണ്ടാവുക, ലൈക്ക് ഫോർ ക്യാഷസ്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമുക്ക് വിൻഡോസ് റൺ അടിച്ച് 2 ഫോൾഡേഴ്സാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഒന്ന് ടെമ്പും ഒന്ന് %temp%. ഈ 2 ഫോൾഡേഴ്സിൽ ടെമ്പററി ആയിട്ടുള്ള കുറെ ഫയൽസ് ഉണ്ടാവും. സോ ഇത് നമുക്ക് അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പോൾ ഒരാഴ്ച 1 വീക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നിങ്ങളുടെ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവുക. ലൈക്ക് ഇപ്പോൾ തീരാറായിപ്പോൾ അല്ല 500 MB 1 GB ഒക്കെ ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഈ ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യാനുള്ള ചാൻസ് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് വാട്സപ്പ്. ഞാൻ ആദ്യം ഇപ്പോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റോറേജ് ഫില്ലായി. ആൻഡ് ഞാൻ വേറെ ഇതേപോലെ തന്നെ ടെമ്പററി ഫയൽസ് കളഞ്ഞു. ബാക്കിയുള്ള ഫയൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടും മെജോറിറ്റി ഓഫ് ദ സ്പേസ് അല്ലെങ്കിൽ ഒരു 10-35 GB എങ്ങനെയാണ് പോയേക്കണേന്ന് മനസ്സിലായില്ല. സോ ആ ടൈമിലാണ് ഞാൻ വാട്സപ്പിൻ്റെ ഈ ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ മീഡിയയുടെ കാര്യം ഓർത്തത്. ഇപ്പോൾ ലൈക്ക് വാട്സപ്പിലെ മെസ്സേജസ്, ചാറ്റ്സ്, ആരെങ്കിലും നിങ്ങൾക്ക് വീഡിയോ അയച്ചാൽ അല്ലെങ്കിൽ നിങ്ങളാർക്കെങ്കിലും വീഡിയോ അയച്ചാൽ അതെല്ലാം ഈ വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്, അതിൽ വന്നാണ് കിടക്കാറ്. മീഡിയ ഫോൾഡർ ഉണ്ടാവും, അതിനകത്ത് വന്നാണ് കിടക്കാറ്. സോ അത് ഫൈൻഡ് ചെയ്യണം എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ്, നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ പ്രീമിയർ, ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, അതിനെല്ലാത്തിലും ഒരു ക്യാഷ് ഫയൽ ഉണ്ടാവും. ആ ക്യാഷ് ഫയൽസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കുറേ സ്പേസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കളയാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്യാഷിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. സോ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത്, നിങ്ങളൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ്, ഫ്ലട്ടർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേഡിൽ ഫയൽ കുറേ സ്പേസ് എടുക്കും. ലൈക്ക് കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് വെക്കും. അതെല്ലാം ഓരോ പ്രൊജക്ട് ബേസ്ഡ്, ലൈക്ക് ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊജക്റ്റ് പകുതി ആയാലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ പ്രൊജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു 3-4 പ്രൊജക്റ്റൊക്കെ സൈമിൾട്ടേനിയസ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്രേഡൽ ഫയൽ കുറേ സ്പേസ് കൺസ്യൂം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലൈക്ക് ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ 3 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേഡിൽ ഫയൽ കാരണം കുറേ സ്പേസ് എടുത്തിട്ടുണ്ട്. സോ അത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ടെലഗ്രാമിൽ ഡൗൺലോഡ് ഡയറക്റ്റ് നമ്മുടെ നേരെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കും. സോ അവിടെ നിങ്ങളിപ്പോൾ മൂവീസ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറേ സ്പേസ് കൺസ്യൂം ചെയ്യും. ലൈക്ക് ഒരു മൂവി തന്നെ ഇപ്പോൾ ഏകദേശം 1 GB ഏകദേശം അടുത്തുള്ളതായിരിക്കും ഡൗൺലോഡ് ചെയ്യണ്ടാവും. ഇങ്ങനെ ഒരു 10-15 ആകുമ്പോൾ ഒരു 10 GB ഒക്കെ അങ്ങനെ പോകും. സോ കുറേ പേരും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ലൈക്ക് കണ്ട് ഓക്കെ അതവിടെ ഇട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. സോ അങ്ങനെ കുറേ സ്പേസ് അവിടെ ആ ഒരു മൂവീസ് കിടക്കണ കൊണ്ട് കുറേ സ്പേസ് അത് കൺസ്യൂം ചെയ്യും. പിന്നെ ഉള്ളത് ഡൗൺലോഡ്സ്. നിങ്ങളുടെ ഡൗൺലോഡ്സിൽ കയറുക, അതിൽ കുറേ ചെറിയ ഫയൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇമേജ് ആവാം അല്ലെങ്കിൽ വല്ല ഐക്കൺസ്. ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ടൈം ആണെങ്കിലും നമുക്ക് കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും. അത് ഡിലീറ്റ് ചെയ്യാറില്ല, കാരണം 1 MB 2 MB ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ക്യാൻ ആഡ് അപ്പ്. അതിൻ്റെ യൂസ് ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് എല്ലാം പോലെ തന്നെ യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ഒക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യാത്ത ഫോൾഡർ ഫയൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാം. സോ ഇത് സിമ്പിളായിട്ടുള്ള കാര്യം. ബട്ട് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വാട്സപ്പും പിന്നെ പ്രീമിയറിലെ ക്യാഷും പിന്നെ ഉള്ളത് ഗ്രേഡലും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ടൈം വിട്ടുപോകാറ്. കാരണം അതിലോട്ട് അങ്ങനെ നമുക്ക് പോയി നോക്കാനുള്ള ഒരു ഇതില്ല. ലൈക്ക് ഇപ്പോൾ മൂവീസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ കയറി നോക്കും ഏതെങ്കിലും മൂവീസ് ഉണ്ടോ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ മൂവീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. ബട്ട് ഈ ക്യാഷ് ഫോൾഡർ, ക്യാഷ് ഫയൽസ് അതിലൊന്നും നമ്മൾ ഇപ്പോൾ കയറി നോക്കാറില്ല. ആൻഡ് പ്രീമിയർ അത് ഡിലീറ്റ് ചെയ്യും. അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് 90 days ഒക്കെ കഴിയുമ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ബട്ട് ആ 90 days ഇത്രയും ക്യാഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ ഈ സ്റ്റോറേജ് ഫുള്ളായുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ലാഗ് വരും, പിന്നെ പെർഫോമൻസ് കുറയും. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ക്യാഷ് ഫയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് വേറെ സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ക്രാഷസ് വരാം. അതുകൊണ്ട് സ്പേസ് ഉള്ളതാണ് എപ്പോഴും നല്ലത്.
പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ 500 GB ആണെങ്കിൽ അതൊരു ടെറാബൈറ്റിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. പുതിയൊരു SSD മേടിച്ചിട്ട് ഒരു 1 TB ഒക്കെ SSD മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ സ്പേസ് കിട്ടും. അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതിനെക്കാട്ടി നല്ല ഇതേപോലത്തെ ക്യാഷും ഈ വാട്സപ്പിലെ ഫയൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താൽ തന്നെ കുറേ സ്പേസ് കിട്ടും. ലൈക്ക് വാട്സപ്പിലുള്ള കുറേയൊക്കെ അൺവാണ്ടഡ് ആയിരിക്കും. പിന്നെ ഫോണിലും ഉണ്ടാവും അതിൻ്റെ ഡാറ്റാസ് എല്ലാം. സോ ഡിലീറ്റ് ചെയ്യാനതിന് വലിയ റിസ്ക് ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഡിപ്പെൻഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ വേറെ ഫോൾഡറിലോ അല്ലെങ്കിൽ വേറെ ഹാർഡ് ഡിസ്കിലോട്ടൊക്കെ മാറ്റാം. ബട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ. സോ ഇതേപോലെ ക്യാഷൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രിഫറൻസിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൽ മീഡിയ ഡിസ്ക് അല്ലെങ്കിൽ മീഡിയ ക്യാഷ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫയൽ പാത്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് ഞാൻ ഒരു കസ്റ്റം ഫോൾഡറിലേക്കാണ് ഞാൻ കൊടുക്കാറ്. കാരണം എല്ലാം എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തായിരിക്കും എല്ലാ ലൈക്ക് ഇപ്പോൾ അഡോബിൻ്റെ തന്നെ ആഫ്റ്റർ എഫക്റ്റിൻ്റെ ക്യാഷ്, പിന്നെ ഒഡീഷൻ, ഇല്ലുസ്ട്രേറ്റർ, പ്രീമിയറിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാഷിൻ്റെ ഫോൾഡർ സെയിം ആണ്. സോ അതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇത് എത്ര സ്റ്റോറേജ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി. സോ ഇപ്പോൾ അത് 16.8 GB എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ ക്യാഷ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രേഡിൽ ഫയലാണ്. ഗ്രേഡിൽ ഫയൽ നമുക്ക് ദിസ് PC അല്ലെങ്കിൽ C ഡ്രൈവിനകത്ത് യൂസേഴ്സ്, പിന്നെ നിങ്ങളുടെ യൂസർ നെയിം, അതിനകത്ത് ഇവിടെ .gradle എന്ന് കാണാം. സോ ഇതായിരിക്കും നിങ്ങളുടെ ഫ്ലട്ടർ ആപ്പ് ഉണ്ടാക്കണ കുറേ ക്യാഷും ഗ്രേഡിൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്യണമൊക്കെ ഇവിടെ ആയിരിക്കും വന്ന് നടക്കണം. സോ അതിൻ്റെ സ്റ്റോറേജ് ഓക്കെ ആണെങ്കിൽ ഏകദേശം ഈ ഗ്രേഡിലിൻ്റെ വന്നത് 4.25 GB ഓളം ഈ ഒരു ഗ്രേഡിൽ ഫയൽ എടുക്കേണ്ട. പ്രൊജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ വേറെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് എന്തോരം സ്റ്റോറേജ് കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി വിൻഡോസ് 11 ആണെങ്കിൽ ഈ ആപ്സിൽ കയറി ഇൻസ്റ്റാൾഡ് ആപ്സിൽ വാട്സപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുക എത്ര GB ഇത് എടുക്കേണ്ടെന്ന്. ഇതിനകത്ത് ഇപ്പോൾ 1.98 GB ആണ് എടുക്കുന്നത്. സോ ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള പാത്ത് എവിടെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ C ഡ്രൈവിൽ പോവുക. അത് കഴിഞ്ഞിട്ട് യൂസേഴ്സ് എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിം ഏതാണോ ആ ഫോൾഡറിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആപ്പ് ഡാറ്റ കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഈ ആപ്പ് ഡാറ്റ വിസിബിൾ അല്ലെങ്കിൽ ഈ സോർട്ടിങ് ഈ വ്യൂവിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് ഡാറ്റ കാണാൻ പറ്റും. സോ ഇപ്പോൾ അത് അൺടിക്ക് ചെയ്തപ്പോൾ ആപ്പ് ഡാറ്റ പോയി. സോ അത് കാണാനായിട്ട് ഷോ ഹിഡൻ ഫോൾഡർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഡാറ്റ കാണാൻ പറ്റും. സോ ഈ ഫോൾഡറിൽ പോവുക. അതിനകത്ത് ഈ ലോക്കലിനകത്ത് പാക്കേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ഓക്കെ. സോ ഈ പാക്കേജ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ മാനുവലി പോയി നോക്കാം. ലൈക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് ജസ്റ്റ് സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സംഭവം വന്നു. ഇതാണ് ഈ ഫോൾഡറിൻ്റെ പേര്. സോ അതെടുക്കാം. സോ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഏതാണോ കൂടുതൽ സ്റ്റോറേജ് എടുക്കുന്നത് അതായിരിക്കും ഇതിൻ്റെ മീഡിയ ഫയൽ. സോ ഇത് ഫുൾ എടുക്കുന്നത് അറൗണ്ട് 1.79 GB. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ കാണിച്ചത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം സ്റ്റോറേജ് നിങ്ങളുടെ വാട്സപ്പ് എടുത്തിട്ടുണ്ടെന്ന്. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ ഈ ലോക്കൽ സ്റ്റേറ്റ് ആണ് 1.78 GB എടുത്തേക്കണത്. സോ ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണതുകൊണ്ട് നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. സോ എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറിലെ സ്പേസ് കയറുന്നതിന് ഈ ഒരു ഫോൾഡേഴ്സിലൊക്കെയാണ് ഞാൻ കയറി നോക്കാറ്. യൂഷ്വലി കുറേ സ്പേസ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ആൻഡ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കും. ആയാൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദിസ് ചാനൽ. ഇതുപോലെ തന്നെ വേറെ കുറേ വീഡിയോസൊക്കെ ഈ ചാനലിലുണ്ട്. അതൊക്കെ കാണാം, അതൊക്കെ പോയി വാച്ച് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.